ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രണ്ട് ചട്നിയുടെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ അടുപ്പന്നെ കത്തിക്കണില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ചട്നികളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ചിരകിയതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുത്താണ്. ഇനി ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയായിട്ട് കുറച്ച് പുതിനയും കൂടെ എടുത്തിട്ടുണ്ട്. മല്ലിയിലയാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് കേട്ടോ, പുതിന അത്രയും എടുക്കരുത്. ഇനി ഇത് നല്ല പോലെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ. പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് തൈരിൻ്റെ ആ ഒരു ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയോ വറവിടുകയോ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉള്ളിയുടെ കഷ്ണം അതുപോലെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അരക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം. നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ അതുപോലെ എന്തെങ്കിലും നമ്മൾ പൊരിച്ച സ്നാക്കിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി, ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തക്കാളിയുടെ ആ ഒരു ജ്യൂസ് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതും നമ്മൾ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ ആ ഒരു ഗ്യാസും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ മാറും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഉള്ളിയുടെ ആ ഒരു എരിവൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ചട്നികളാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കുന്ന സമയത്താണ് കേടുള്ളൂ എന്ന് പറയും. ഇങ്ങനെ പച്ചയായിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് രണ്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഒരു അടുപ്പിൽ നമുക്ക് അപ്പം ചൂടാം, അതുപോലെ ഒരു അടുപ്പിൽ ചായയൊക്കെ വെച്ച സമയത്ത് ചട്നി ഉണ്ടാക്കാനൊന്നും പ്രത്യേകിച്ച് ഒരു സമയം വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യുക, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ